ഹലോ, അസ്സാം വലൈക്കും. എന്തെല്ലാം ഉണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടല്ലോ. ഇന്ന് ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായൻ്റെ കടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ രാവിലെ ആയാലും ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ ചോറ് ഉണ്ടാക്കണ്ടേന്ന്. അപ്പോൾ പുലാവ് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുക. ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് ക്യാബേജ്, ഇതൊക്കെ, പിന്നെ ഉള്ളി, അങ്ങനത്തെ വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ കുറച്ച് പേടി, എന്തോ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതാവുമ്പോൾ കറിയൊന്നും വേണ്ട, എന്തെങ്കിലും റൈത്തയോ അച്ചാറോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പൊട്ടാറ്റോയും ക്യാരറ്റും ബീൻസും എല്ലാം. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പിലോട്ട് നമ്മളിതാ കുറച്ച് ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലിട്ടത്. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ 2-3 വറ്റൽമുളക് ഉണ്ടല്ലോ, ആദ്യം അതൊന്ന് പൊട്ടിച്ചിടാം. അതിന് ശേഷം ഒരു ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് അതും ഇട്ടെടുക്കുക. അങ്ങനെ അത് ഉള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ എല്ലാം വെന്തോടെയോ ബ്രൗണോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് ഭയങ്കര ഈസിയാണ്. പിന്നെ എനിക്ക് ചോറ്, മീൻകറി ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് ഇങ്ങനത്തെ റൈസെല്ലാം ഉണ്ടാക്കി ട്രൈ ചെയ്യാനും കഴിക്കാനുമാണ് ഇഷ്ടം. പിന്നെ മസാലയെല്ലാം ഒന്ന് വാട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഞാനിപ്പം ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ കുറച്ച് ബീൻസും 1 കഷ്ണം ക്യാബേജും, പിന്നെ വേണമെങ്കിൽ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിട്ടാൽ മതി, ഏതെങ്കിലും ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ടിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബസ്മതി റൈസാണ്. അതിങ്ങനെ കഴുകി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്ത് എന്നിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ച് അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആ വെജിറ്റബിൾസിലൊന്ന് വാടിയതിന് ശേഷം എന്നിട്ട് 5 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഈ അരി നന്നായിട്ടൊന്ന് വറുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. 5 മിനിറ്റൊക്കെ മതിയാവും ചെറിയ തീയിൽ. അങ്ങനെ അരിയും ഈ പച്ചക്കറി എല്ലാം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് 4ൻ്റെ അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ ചെറുനാരങ്ങ നീരും അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ മൂടി വെക്കാം. അപ്പോൾ ഓരോ അരിക്കും ഓരോ വെള്ളം വെള്ളത്തിൻ്റെ അളവ് മറിയുമായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ബസ്മതി റൈസിന് ഇങ്ങനെ എടുത്തിട്ടുള്ള, അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് അളവാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂടിയതിന് ശേഷം എന്നിട്ടൊന്ന് വെള്ളം വറ്റിയാലൊന്ന് തുറന്ന് കൊടുക്കുക. തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒരു ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് വെക്കണം. ഇങ്ങനെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളി വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോയിൽ കൊണ്ട് കവർ ചെയ്ത ഈ ആവി അതിൻ്റെ ഉള്ളിൽ തന്നെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുത്തി മറിച്ചിട്ട് ഇളക്കണ്ട, ചെറുതായിട്ട്. പക്ഷെ എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചോറൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് വെന്ത പോലെല്ലാം ഉണ്ടാവുമെങ്കിലും ചൂടെല്ലാം ഒന്ന് ആറുമ്പോൾ കുറച്ച് തണുക്കുമ്പോൾ നല്ല ഇങ്ങനെ വിട്ട് വരുന്ന പോലെ തന്നെ ഉണ്ടാവും. അധികം പറ്റി പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കുറച്ച് റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല അടിപൊളി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ചായക്ക് കുറച്ച് കടി ഉണ്ടാക്കാമെന്നുള്ളതിൽ. അപ്പോൾ ഇതിപ്പോൾ നുള്ളിയിട്ടെന്ന് പറയും നമ്മുടെ നാട്ടിൽ, പുളിവാരലെന്നും അങ്ങനെയും പറയാം. വെല്ലം ഉരുക്കി അതിൽ 2-3 മൈസൂർ പഴം ഉണ്ടല്ലോ, ഇവിടുത്തെ പഴുത്ത ചിക്കോട്ടപ്പഴം എടുത്ത് അത് ഒന്ന് മിക്സിയിലടിച്ച് പിന്നെ അത് കട്ടിയാവാനുള്ള ഒരു പാകത്തിനുള്ള മൈദയും പിന്നെ 1 നുള്ള് ഉപ്പും ഏലക്ക പൊടിയെല്ലാം ഇട്ടിട്ടൊരു ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് നമ്മളിങ്ങനെ ബോൾസ് പോലെ നെയ്യിൽ കോരി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുക. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിന്.
അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റ്, എനിക്ക് എന്താ ഒത്തിരി ഇഷ്ടമുള്ള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ അധികം ഈ വെല്ലത്തിൻ്റെ മധുരമാണ്, അല്ലാണ്ട് പഞ്ചസാര ഒന്നും ഇടുന്നില്ല. അപ്പോൾ അതും അങ്ങനെ ചായയിലെടുത്ത്. അപ്പോൾ ഇന്ന് ഇതായിരുന്നു പരിപാടി. പിന്നെ എന്താ പറയുക, എന്ത് കടി ഉണ്ടാക്കിയാലും ചായൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റ് 2 മുക്കി തന്നിട്ടില്ലെങ്കിൽ എന്തോ പോലെ. അപ്പോൾ ബിസ്ക്കറ്റ് എപ്പോഴും ഒരു മസ്റ്റാണ് ഇവിടെ. അപ്പോൾ ഇത് ടി വിയിൽ കുറച്ച് സിനിമയെല്ലാം കണ്ടിരുന്നു, ചായയെല്ലാം കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.